ഹലോ ഓൾ, വെൽക്കം ടു സേഫ് ഹോം ജർമ്മനി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ജർമ്മനിക്ക് എത്ര തരത്തിലുള്ള പാസ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പാസ്പോർട്ട് മാത്രം എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ജർമ്മനിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പാസ്പോർട്ട് ട്രാവൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. ചിലത് സാധാരണക്കാർക്ക് ഒരിക്കലും ലഭിക്കില്ല. ചിലത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ്. ചിലത് ഡിപ്ലോമാറ്റ്സിനാണ്. ചിലത് റെഫ്യൂജിക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന നമുക്ക് എന്താണ് ലക്ഷ്യമിടേണ്ടത്? ഇന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ അഡ്വക്കേറ്റ് സച്ചിൻ. സേഫ് ഹോം ജർമ്മനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു ജർമ്മൻ പാസ്പോർട്ട് കിട്ടിയാൽ ലൈഫ് സെറ്റാണ് എന്ന്. പക്ഷെ പാസ്പോർട്ട് എന്നത് യാത്രയുടെ അവസാന ഘട്ടമാണ്. ആദ്യ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ നിയമപരമായി പ്രവേശിക്കുക എന്നതാണ്. പഠിക്കുക, ജോലി നേടുക, കരിയർ ബിൽഡ് ചെയ്യുക, പെർമനന്റ് റെസിഡൻസ് നേടുക, ശേഷം സിറ്റിസൺഷിപ്പ്. അതിനുശേഷമാണ് ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കുക. ഈ ലൈവ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവര് എവിടെ നിന്നുള്ളവരാണെന്ന് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. നിങ്ങളിപ്പോ ഇന്ത്യയിലാണോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ജർമ്മനിലാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ജർമ്മൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്പോർട്ട് എന്നത് ഒരു രാജ്യത്തിന്റെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ്. ഇന്റർനാഷണൽ ട്രാവലിനുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. പക്ഷേ ജർമ്മനിയിൽ എല്ലാ പാസ്പോർട്ടും ഒരേ പർപ്പസ് അല്ല. നമുക്ക് നോക്കാം ഓരോ പാസ്പോർട്ടും. ഒന്നാമതാണ് ഓർഡിനറി പാസ്പോർട്ട്, അതായത് റൈസ് പാസ് എന്ന് പറയും. ഇതാണ് സാധാരണ ജർമ്മൻ സിറ്റിസൺസ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ടൂറിസം, ബിസിനസ്, പേഴ്സണൽ ട്രാവൽ, വിസ ഫ്രീ ട്രാവൽ ടു മെനി കൺട്രീസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭൂരിഭാഗം ആളുകളുടെയും ലോങ് ടൈം ലക്ഷ്യം. രണ്ടാമതാണ് ഒഫീഷ്യൽ പാസ്പോർട്ട്, ഡീൻസ് പാസ്. ഇത് സാധാരണ ആളുകൾക്ക് ലഭിക്കത്തില്ല. പ്രധാനമായിട്ടും ഗവൺമെന്റ് ഒഫീഷ്യൽസ്, സിവിൽ സർവൻസ്, ഒഫീഷ്യൽ പെർമനന്റ് ഡ്യൂട്ടീസ് ഇവർക്കാണ് ലഭിക്കാറുള്ളത്. മൂന്നാമതായി ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, ഡിപ്ലോമാറ്റിക് പാസ്. ഇത് ലഭിക്കുന്നത് അംബാസഡേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, സീനിയർ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഇവർക്കാണ്. പക്ഷേ സ്പെഷ്യൽ ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് ഉള്ള പാസ്പോർട്ടാണ് ഇത്. നാലാമത്തെ പാസ്പോർട്ടാണ് സർവീസ് പാസ്പോർട്ട്. ഇത് ലഭിക്കുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ്, മിലിറ്ററി പേഴ്സണൽസ്, പബ്ലിക് സർവൻസ്, ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെയുള്ള പ്രത്യേക ട്രാവൽ ഡോക്യുമെന്റ് ആണിത്. അഞ്ചാമതായി ട്രാവൽ ഡോക്യുമെന്റ് ഫോർ റെഫ്യൂജീസ്. ഇത് ജർമ്മൻ സിറ്റിസൺഷിപ്പ് അല്ല, റെഫ്യൂജി പ്രൊട്ടക്ഷൻ ലഭിച്ച ചില ആളുകൾക്ക് ഇന്റർനാഷണൽ ട്രാവൽ ഡോക്യുമെന്റ് ആയി നൽകുന്നതാണ്. ഇത് ജർമ്മൻ പാസ്പോർട്ടിനോട് തുല്യമല്ല. ആറാമത്തതാണ് ചിൽഡ്രൻസ് പാസ്പോർട്ട്, ട്രാവൽ ഡോക്യുമെന്റ് ഫോർ മൈനേഴ്സ്. ജർമ്മനിയില് കുട്ടികൾക്കായുള്ള യാത്രാരേഖകളുടെ നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിനാൽ കുട്ടികൾക്കുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റ് അന്നത്തെ നിയമപ്രകാരം ഇഷ്യൂ ചെയ്യപ്പെടും. ഇത് കാണുന്നവരിൽ ആർക്കെങ്കിലും ജർമ്മൻ പാസ്പോർട്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചോദിക്കുന്ന ചോദ്യം, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാൻ എന്താണ് ലക്ഷ്യമിടേണ്ടത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും പ്രൊഫഷണൽസും ലക്ഷ്യമിടുന്നത് ഓർഡിനറി ജർമ്മൻ പാസ്പോർട്ടാണ്. പക്ഷെ അത് ആദ്യപടിയല്ല. പക്ഷെ അത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രൈവ് ചെയ്യുന്നത്. സോ അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ആദ്യം നമുക്കൊരു സ്റ്റുഡന്റ് വിസ വേണം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വേണം, അല്ലെങ്കിൽ വർക്ക് വിസ വേണം, അല്ലെങ്കിൽ AU ബ്ലൂ കാർഡ് വേണം. അതിനുശേഷമാണ് നമുക്കൊരു നല്ലൊരു ലീഗൽ റെസിഡൻസ് വേണം, കരിയർ വേണം, സിറ്റിസൺഷിപ്പ് നിയമപ്രകാരം ലോകത്തിൽ ലഭിച്ചാലാണ് നമുക്ക് ജർമ്മൻ പാസ്പോർട്ട് കിട്ടുകയുള്ളൂ. ഇത് ഓരോ പടിപടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. സിറ്റിസൺഷിപ്പ് ലഭിച്ചാൽ സാധാരണമായി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നിയമങ്ങൾ മാറാൻ സാധ്യതയുള്ളതിനാൽ പൊതുവായി പറയുകയാണെങ്കിൽ ആവശ്യമായ കാലയളവിൽ നിയമപരമായ ജർമ്മനിയിൽ താമസിച്ചിരിക്കണം. ചിലപ്പോൾ 5 വർഷമാകാം, ചിലപ്പോൾ 8 വർഷമാകാം. ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പല കേസുകളിലും B1 അല്ലെങ്കിൽ C1 ആവശ്യമായിട്ട് വരും. സാമ്പത്തികമായി സ്വയം നിൽക്കാൻ കാപ്പബിൾ ആയിരിക്കണം. സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് ആവശ്യമായിട്ട് വിജയിക്കണം. ഗുരുതരമായ ക്രിമിനൽ ശിക്ഷകൾ ഇല്ലാതിരിക്കണം. അന്നത്തെ ജർമ്മൻ നാഷണാലിറ്റി ലോയിലെ മറ്റെല്ലാ നിബന്ധനകളും പാലിക്കണം. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓരോ വീഡിയോയിലും ചില മിത്തുകളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച്.
അതിൽ ഒന്നാമതാണ് ജർമ്മനി പോയ പാസ്പോർട്ട് കിട്ടും. അങ്ങനെയല്ല, രണ്ടാമത് PR കിട്ടിയ പാസ്പോർട്ട് ഓട്ടോമാറ്റിക് കിട്ടും. ഞാൻ നിങ്ങളോട് പറയാം എന്താണ് PR എന്ന് ഞാൻ പറഞ്ഞ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ സ്റ്റുഡന്റ് വിസ എന്ന് കേട്ടാൽ തന്നെ കിട്ടിയാൽ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ തെറ്റാണ്. അതേപോലെ തന്നെ മാരേജ് മാത്രം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നും ആ, പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതും ശരിയല്ല. നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കുള്ള വഴി ഞാൻ ഓൾറെഡി പറഞ്ഞു. എഡ്യൂക്കേഷൻ, സ്കില്ല്, ജർമ്മൻ ലാംഗ്വേജ്, വർക്ക്, ഇന്റഗ്രേഷൻ, ലീഗൽ റെസിഡൻസി ഇവയിലൂടെയാണ് നമുക്കത് ലഭിക്കുക. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് നമ്മുടെ വീഡിയോസ് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജർമ്മനി എന്ന് കമന്റ് ചെയ്യുക, ഒരു ഹാർട്ട് തരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തിന്, അതായത് ജർമ്മനിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുക. കാരണം ഈ ചാനലിൽ ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ വരുവുള്ളൂ. ജർമ്മനി പഠിക്കാൻ പോകുന്ന റിലേറ്റഡ് കണ്ടന്റ് മാത്രമേ വരുവുള്ളൂ. സോ ഇൻ കേസ് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഡോയ്സ് മിറ്റ് സജൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. A1 തൊട്ട് C2 വരെയുള്ള ക്ലാസ്സുകൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സീ യു ടുമാറോ വിത്ത് ന്യൂ ടോപ്പിക്. ടേക്ക് കെയർ.